ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ 2 വർഷം നീണ്ട ആക്രമണവും വെടിനിർത്തലിൽ അവസാനിച്ചിരിക്കുന്നു. പൂർണ്ണമായും മേഖലയിൽ വെടിയൊച്ച നിലച്ചിട്ടില്ലെങ്കിലും അല്പം ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഗാസയിൽ നിന്ന് വരുന്നത്. ഈ 2 വർഷവും തുർക്കിയെ അകറ്റി നിർത്താൻ ഇസ്രായേൽ ശ്രമിച്ചു. സമാധാന ചർച്ചകളിലൊന്നും തുർക്കിയെ ഉൾപ്പെടുത്തിയതേയില്ല. പകരം മധ്യസ്ഥരായി നിന്നത് ഈജിപ്തും ഖത്തറുമാണ്. എന്നാൽ ഇക്കാലം അത്രയും ഹമാസിനെ തുർക്കി പിന്തുണച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിറ്റ്ലറിനോട് ഉപമിക്കുക പോലും ചെയ്തു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യയെ അതിരൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ഇപ്പോൾ തുർക്കി മുൻവാതിലിലൂടെ തന്നെ ഗാസ സമാധാന ചർച്ചകളിൽ ഇടം പിടിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന പദ്ധതിയുടെ ചർച്ചയിൽ സജീവമായി തുർക്കിയും ഉണ്ടായിരുന്നു. നിലവിലെ ഗാസ വെടിനിർത്തലിൽ തുർക്കി പ്രധാന പങ്കാണ് വഹിച്ചത്. ഈ ആഴ്ച ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ ട്രംപ്, ഖത്തർ അമീർ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് എന്നിവർക്കൊപ്പം എർദോഗനും കരാറിൽ ഒപ്പുവെച്ചു. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന അന്താരാഷ്ട്ര ടാസ്ക് ഫോഴ്സിലും തുർക്കി പങ്കെടുക്കും. എന്നിട്ടും തുർക്കി പ്രസിഡന്റ് എർദോഗനും വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനും ഇസ്രായേലിനോടുള്ള വാക്പോരാട്ടം മയപ്പെടുത്തിയിട്ടില്ല. തിങ്കളാഴ്ച ഷാം ഉച്ചകോടിക്കിടെ നെതന്യാഹു പ്രത്യക്ഷപ്പെട്ടാൽ തൻ്റെ സന്ദർശനം റദ്ദാക്കുമെന്നും വീട്ടിലേക്ക് മടങ്ങുമെന്നും എർദോഗൻ ഭീഷണിപ്പെടുത്തിയതായി തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈജിപ്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വിമാനം കുറച്ചുനേരം വഴിതിരിച്ചു വിട്ടു. നെതന്യാഹു പങ്കെടുക്കുന്നത് റദ്ദാക്കിയ ശേഷം മാത്രമാണ് അദ്ദേഹം തിരിച്ചു പോയത്. വെടിനിർത്തൽ കരാറുകൾക്ക് ശേഷം വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിൻ്റെ ഒരു നീണ്ട ചരിത്രം ഇസ്രായേലിനുണ്ടെന്ന് എർദോഗൻ ആരോപിച്ചു. പിന്നീട് ഇസ്രായേൽ ഗവൺമെൻറ്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം US-നോട് ആവശ്യപ്പെട്ടു. മുസ്ലിം രാഷ്ട്രങ്ങളുമായുള്ള എർദോഗൻ്റെ തുറന്ന സമീപനവും ഗാസയിൽ തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും യുദ്ധാനന്തര നയതന്ത്രത്തിലെ ഇടപെടലും ഇസ്രായേലിന് ആശങ്ക ഉയർത്തുന്നു. അതിനിടെ ഗാസയിലെ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നുവെന്ന് കാട്ടി ഹമാസിനെതിരെ മുന്നറിയിപ്പുമായി അമേരിക്ക എത്തി. വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചെന്നും ആവർത്തിച്ചാൽ നടപടിയുണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇത്തരം ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനമായി കണക്കാക്കും. ജനങ്ങളെ സംരക്ഷിക്കാൻ ഇടപെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇസ്രായേൽ പിൻവാങ്ങിയ ഇടങ്ങളിൽ ഗാസയിൽ വിവിധ ഗാങ്ങുകളും ഹമാസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചവരെന്ന് കാട്ടി ഒരു കൂട്ടം ആളുകളെ വെടിവെച്ചു കൊന്ന വീഡിയോയും വ്യാപകമായി പ്രചരിച്ചിരുന്നു. നിലവിൽ ഗാസയിലെ സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര സുരക്ഷാസേന വരാൻ പോവുകയാണ്. ഈ സുരക്ഷാസേനയെ ഈജിപ്റ്റ് നയിക്കുമെന്നാണ് വിവരം. തുർക്കി, ഇന്തോനേഷ്യ, അസർബൈജാൻ എന്നീ രാഷ്ട്രങ്ങളും ഇതിനായി സേനയെ നൽകും. എന്നാൽ യൂറോപ്യൻ, ബ്രിട്ടീഷ് പങ്കാളിത്തം സംയുക്ത സേനയിൽ ഉണ്ടായേക്കില്ല. ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച 20 ദിന സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സുരക്ഷാസേന പ്രവർത്തനം വിജയകരമായാൽ ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പിൻവാങ്ങുന്നത് പൂർണ്ണമാകും. ഇടക്കാല ഗാസ സമിതിയിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെ നേതൃത്വം സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ്.